ഇന്ന് ഞാൻ വളരെ സങ്കടത്തിലും ഭയങ്കര ആശങ്കയിലുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി 5 വർഷമായി നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ എണ്ണത്തിൻ്റെ കണക്ക് പറയുമ്പോൾ പോലും ഭയം തോന്നുന്ന രീതിയിൽ സമാനമായ 2 കേസുകൾ നമ്മുടെ നാട്ടിൽ തന്നെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണോ എന്തോ ഈ ഒരു വിഷയത്തിലെ എണ്ണം പറയുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു, വല്ലാത്ത ആശങ്കയും തോന്നുന്നു. ഈ ഒരു കേസിൽ ശരിക്കും കുറ്റക്കാർ ഈ 60 പേര് മാത്രമാണോ? ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ടീനേജ് എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസം ഉണ്ടാകുകയും വളർച്ച സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ തന്നെ ഈ കുട്ടി പലരാൽ പീഡിപ്പിക്കപ്പെടുന്നത് ഈ കുട്ടിയുടെ ശാരീരികമായ മാറ്റങ്ങളിലൂടെയോ പിന്നെ മാനസികമായ മാറ്റങ്ങളിലൂടെയോ ഇതിൻ്റെ മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ലായിരുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് 5 വർഷമായി നടന്നിട്ടും ഈ വീട്ടിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയ ഒരു കാര്യമാണ്, ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയോ, ഇതിന് അച്ഛനില്ലേ, ഇനി ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും ആണോ ഈ കുട്ടി നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു സംശയം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല, ശരിക്കും ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നതും ഈ ഒരു ട്രാപ്പിൽ വീഴാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കാലത്ത് പലരും പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്ന ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ ഒരു പ്രണയം ഒരു ചതിയായി ഈ പെൺകുട്ടിയുടെ ജീവിതം താറുമാറാക്കി കളഞ്ഞ ഒരു സംഭവമാണ് ഇത്. ഈ ഒരു കേസ് നമ്മുടെ ഓരോ പെൺമക്കളെയും വിളിച്ചിരുത്തി കാണിച്ച് കൊടുക്കണം. ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ആളുകളുമായും ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കൾ അറിയാതെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ പോയിട്ട് ഇത്തരം ആളുകളുടെ ചൂഷണങ്ങൾക്ക് നിന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര അതിശയമല്ല, വലിയ വേദന തോന്നുന്നു. അതായത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച് ഒരുപാട് മാറിയിരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിൽ ഇതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഒക്കെ LKG മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്നുള്ളത് ഭയങ്കര അതിശയം തോന്നുന്ന ഒന്നാണ്. ഇതിനേക്കാൾ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ ഡ്രിങ്ക് അഡിക്റ്റ് ആണ്. അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ കുട്ടി പലരുമായും ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് അറിയാം ഇതൊരു ട്രാപ്പാണ്, ഇതൊരു ചൂഷണമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഈ കുട്ടിക്ക് ഒരു ചൈൽഡ് ലൈനിനെയോ അല്ലെങ്കിൽ ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയോ ഇതിന്റെ സ്കൂളിലുള്ള ഒരു ടീച്ചറിനെയോ ആരോടെങ്കിലും ഈ ഒരു കാര്യം പറയാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു പോകുന്നു. ഇനി ഇതിലെ തെറ്റുകാരെന്ന് പറയുന്നത് ഈ 60 പേര് ആണോ? ഈ പെൺകുട്ടിയും അതിൽ തെറ്റുകാരിയാണോ? പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ഭയങ്കര ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ഈ ന്യൂസ് ഓരോ ദിവസവും പോകുന്നത്. ഇനി പെൺമക്കളോടാണ് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്ക്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിതം ഇങ്ങനെ ഭിന്നമാക്കി കളഞ്ഞ ആ മോളോട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യൂ. അതിലൂടെ വന്നേക്കാവുന്ന ചതികളും വഞ്ചനകളും എത്ര കാലമായി പറഞ്ഞും ഓരോ രീതിയിലും നിങ്ങൾക്ക് അവയർനെസ് തന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ഇഷ്ടം തോന്നും, ഇതര ലിംഗത്തിൽപ്പെട്ട ആളുകളോട് നമുക്ക് ഇഷ്ടം തോന്നും, സ്വാഭാവികമാണ്. അതൊരു ഇഷ്ടമായിട്ട് കരുതൂ. അവർ നിങ്ങളുടെ ശരീരമാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഇഷ്ടം എന്നുള്ളത് വെറും അട്രാക്ഷൻ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ പൊട്ടരാവരുതേ. നിങ്ങൾ മന്ദബുദ്ധികളെ പോലെ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ? നിങ്ങളുടെ ചുറ്റിനും ഇത്രയും ശക്തമായ നിയമങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമങ്ങളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തിനെയോ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഏതെങ്കിലും ഒരാളിൻ്റെ അടുത്തോ ഒരു സ്ത്രീയുടെ അടുത്തോ നിങ്ങൾക്ക് മാതാപിതാക്കളോട് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ
നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും നിങ്ങളിത് അറിയിക്കൂ. നിങ്ങളെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഇത്തരത്തിൽ നിങ്ങളെ ലൈംഗിക ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളത് നിങ്ങൾ ആരോടെങ്കിലും പറയൂ. നിങ്ങൾ എന്തിനിത് നിശബ്ദമായിട്ട് സഹിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളിത് നിശബ്ദമായിട്ട് സഹിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇതിന് ശക്തമായ നടപടികളുണ്ട് നമ്മുടെ രാജ്യത്ത്. നിങ്ങൾ എന്താണ് ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്? ഈ കുട്ടി എന്ന് പറയുന്നത് 5 വർഷത്തോളം ഇത് സഹിച്ചു എന്ന് പറയുന്നത്, അതും വെറും 18 വയസ്സ് പ്രായമുള്ള സമയത്ത്. 13 വയസ്സ് മുതൽ, അതായത് ടീനേജ് മുതൽ ഈ കുട്ടി ഇത് സഹിച്ചു എന്ന് പറയുന്നത് ഭയങ്കര ആശങ്ക തോന്നുന്നു. 3 പെൺമക്കളെ വളർത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ.